ബോസ് ഹൗസിൽ ഈ ആഴ്ച നോമിനേഷനിൽ 9 ആൾക്കാരാണല്ലേ. അവർക്ക് വേണ്ടിയുള്ള വോട്ടിംഗ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം സമയം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാല്ലേ. അപ്പോൾ എന്തായാലും ഈ പറയുന്ന 9 ആൾക്കാർക്ക് ആർക്കാണ് വോട്ട് കൂടുതൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആർക്കാണ് വോട്ട് കുറവ് ലഭിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ എന്തായാലും ഇപ്പോൾ നോക്കാൻ പോകുന്നത്. സോ എന്തായാലും 9ാം സ്ഥാനം, അതായത് വളരെയധികം വോട്ട് കുറവ് ലഭിച്ചിരിക്കുന്ന ആർക്കാന്ന് വെച്ചാൽ ബിന്നിക്കാണ്. നമുക്കറിയാം കുറച്ചധികം നല്ല രീതിയിൽ തന്നെ കണ്ടന്റ് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളാണ്. അതായത് കുറച്ച് കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ പറയുന്ന പല ഗ്രൂപ്പുകൾക്കിടയിൽ നിന്നൊക്കെ നല്ല രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാൾ തന്നെയാണ് ബിന്നിയെങ്കിലും. പക്ഷേ ഈ കഴിഞ്ഞൊരു വീക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് സ്ക്രീൻ സ്പേസ് എന്നാലും ഈ പറയുന്ന ബിന്നിക്ക് എന്നാലും കുറഞ്ഞു പോകുന്നുണ്ടല്ലേ. കാര്യം അവിടെ വളരെയധികം സൈലന്റ് ആയിട്ടിരുന്ന പല ആൾക്കാരും വളരെയധികം പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ വളരെയധികം സ്ക്രീൻ സ്പേസ് പിടിച്ചെടുത്തുകൊണ്ട് തന്നെ ഈ പറയുന്ന ബിന്നിക്ക് അവിടെ വേണ്ട രീതിയിൽ സ്പേസ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ബിന്നിയുടെ ഒരു കുത്തിത്തിരിപ്പോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും മറ്റൊന്നും വേണ്ട രീതിയിൽ ബിന്നിക്കാൻ ആക്റ്റീവായി നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല. സോ അത് ഈ പറയുന്ന രീതിയിൽ ഓഡിയൻസിലും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് ഈ പറയുന്ന വോട്ടിങ്ങിലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു കുറവ് വേണ്ട രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 9ാം സ്ഥാനത്ത് എന്തായാലും ബിന്നിയാണ്. പിന്നെ എന്തായാലും 8ാം സ്ഥാനത്ത് രന ഫാത്തിമയാണ്. രന ഫാത്തിമ ഈ പറയുന്ന പല ഗ്യാങ്ങുകൾക്കുള്ളിലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്നിട്ട് വളരെയധികം ഈ പറയുന്ന കാര്യങ്ങൾക്കെതിരെ പൊട്ടിത്തെറിക്കുകയും ഒച്ചെടുക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് വേണ്ട രീതിയിൽ ആക്റ്റീവായിട്ട് നിൽക്കാനൊന്നും ഈ പറയുന്ന രന ഫാത്തിമനെ കൊണ്ട് സാധിക്കാറില്ല. അത് ഈ പറയുന്ന പല ആൾക്കാരും ഈ പറയുന്ന ഗ്യാങ്ങുകൾക്കിടയിൽ നിൽക്കുന്ന സമയത്ത് വളരെയധികം ആക്റ്റീവ് ആകുകയും അതേസമയം ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് വളരെയധികം സൈലന്റ് ആയി പോകുന്നത് നമ്മൾ എല്ലാ സീസണിലും കാണാറുള്ള ഒരു കാര്യം തന്നെയാണ്. സോ രന ഫാത്തിമയുടെ ഒരു കേസ് നമുക്കറിയില്ല. ഈ പറയുന്ന ആര്യനുമായിട്ട് കുറച്ചധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ആ ഒരു പഴയ രീതിയിലൊരു ജെല്ലിയായിട്ട് ഒരു ബോണ്ടിങ്ങോ കാര്യങ്ങളൊന്നും ഇവർക്കിടയിൽ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അതല്ലാത്ത രീതിയിൽ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് രന ഫാത്തിമ വളരെയധികം സൈലന്റ് ആണ്, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ കണ്ടന്റോ കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റാത്ത ഒരാൾ തന്നെയാണ് ഈ പറയുന്ന രന ഫാത്തിമ. സോ അത് ഈ പറയുന്ന വോട്ടിങ്ങിന്റെ സമയത്തും വളരെയധികം എവിഡന്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വളരെ കുറവ് തന്നെയാണ് ഈ പറയുന്ന രന ഫാത്തിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ട്. 7ാം സ്ഥാനത്ത് ആദിലയാണ്. നമുക്കറിയാം ഈ ആദിലയുടെ ചുറ്റിപ്പറ്റിയിട്ടാണെങ്കിൽ കുറച്ചധികം പ്രശ്നങ്ങൾ ഈ പറയുന്ന ഹൗസിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടാകുന്നതാണ്. സോ അപ്പോൾ അതിലെടുത്ത പല സ്റ്റാൻഡുകളും അല്ലെങ്കിൽ അതിലുള്ള പല ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, പല ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ഈ പറയുന്ന നിലപാടുകളായിക്കോട്ടെ, ഇതെല്ലാം ഒട്ടും തന്നെ പല ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അത്രക്കൊരു തൃപ്തികരമായിരുന്നില്ല. സോ അതൊക്കെ തന്നെ ആയിരിക്കാം ഈ പറയുന്ന അതിലേക്കും വേണ്ട രീതിയിൽ വോട്ടോ കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. അതായത് എണ്ണത്തിൽ വളരെ കുറവ് തന്നെയാണ്. ഈ പറയുന്ന 9 ആൾക്കാരിനകത്ത് 7ാം സ്ഥാനത്തേക്ക് എന്തായാലും അതിലെന്തായാലും പോയിട്ടുണ്ട്. 6ാം സ്ഥാനത്ത് കുറച്ചധികം ഷോക്കിംഗ് ആണെങ്കിലും അധികം പ്രൊഡിക്റ്റ് ചെയ്തിരുന്ന ഒരു പേരല്ലേ ഇപ്പോൾ സാബുമാനാണ് എന്തായാലും 6ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം വളരെയധികം സൈലന്റ് ആണ്, അധികം ഒട്ടും ആക്റ്റീവോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത് ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ അദ്ദേഹത്തിന്റെ സ്ഥാനമായിക്കോട്ടെ, നമുക്കറിയാം കുറച്ചൊരു ഇത്തിരി ഇമോഷണലി ഈ പറയുന്ന ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാണ്ടെന്നാലും സാധിച്ചിട്ടുണ്ട്. കുറച്ച് സിമ്പതിയെങ്കിലും ഈ പറയുന്ന ഓഡിയൻസിന് ചിലപ്പോൾ അദ്ദേഹത്തിന് തോന്നിയതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇനിയും അവിടെ കുറച്ച് നാൾ നിൽക്കണം എന്നുള്ളൊരു ചിന്ത ഈ പറയുന്ന ഓഡിയൻസിൽ ചിലപ്പോൾ ഉണ്ടാക്കാൻ അത് കാരണമായേക്കാം. എന്തായാലും അദ്ദേഹത്തിന് കുറച്ച് ഈ പറയുന്ന മറ്റേ ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇദ്ദേഹം ഒരു വൈൽഡ് കാർഡ് എൻട്രിയും കൂടിയാണല്ലേ. അതായത് അവരത്രയും ആ സമയം പോലും ആയിട്ടില്ല ഇദ്ദേഹം എന്തായാലും വന്നു കയറിയിട്ട്. സോ എങ്കിലും അവരെക്കാളൊക്കെ അധികം കുറച്ചധികം വോട്ടിംഗ് ഈ പറയുന്ന സാബുമാൻ എന്തായാലും ലഭിച്ചിട്ടുണ്ട്. ഈ പറയുന്ന 9 ആൾക്കാരിൽ 6ാം സ്ഥാനത്തേക്ക് എന്തായാലും സാബുമാൻ എന്തായാലും എത്താൻ പറ്റിയിട്ടുണ്ട്. 5ാം സ്ഥാനത്ത് എന്തായാലും നൂറയാണ്. സോ നൂറയാണെന്നുള്ള വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ കളിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓഡിയൻസിനാണെങ്കിലും വലിയ രീതിയിൽ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലൊരു താല്പര്യം നൂറയോട് തോന്നുകൊണ്ടായിരിക്കും വലിയ രീതിയിലൊരു കുഴപ്പമില്ലാത്തൊരു വോട്ടിംഗ് എന്തായാലും നൂറൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ 4ാം സ്ഥാനത്ത് ആര്യനാണ്. സോ ആര്യനൊക്കെ ഏകദേശം ഒരു സേഫാണ്. ഈ പറയുന്നത് 4, 3, 2, 1 സ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചധികം ഒരു സമാധാനമുള്ള ഒരു കേസാണ്, അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള സാധ്യത കുറച്ച് കുറവാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു പോയിന്റ് തന്നെയാണ്. സോ എന്തായാലും ആര്യന് കുഴപ്പമില്ലാത്ത രീതിയിലൊരു വോട്ടിംഗ് കിട്ടുന്നുണ്ട്. പറയുന്ന സ്ക്രീൻ സ്പേസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ആര്യന് കിട്ടുന്നുണ്ട്. പറയുന്ന എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹം ഉണ്ട്. പക്ഷെ അദ്ദേഹം ചെയ്യുന്നതാണ് ശരി, അല്ലെങ്കിൽ അദ്ദേഹം പോകുന്ന റൂട്ടാണ് കറക്റ്റ് എന്നൊന്നുമല്ല. പക്ഷേ എങ്കിലും ഈ കാണുന്ന ഒരു ഓഡിയൻസുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഈ പറയുന്ന ആര്യനെ കൊണ്ട് ഒരു പക്ഷേ സാധിച്ചിട്ടുണ്ടാവാം. പിന്നെ അത് മാത്രമല്ല ഈ പറയുന്ന പല രീതിയിലുള്ള ആൾക്കാരും അവിടെ ഉള്ളപ്പോഴാണ് ആ പറയുന്ന ഒരു ഹൗസിനും അതിൻ്റെ ഒരു ജീവൻ ഉണ്ടാവല്ലേ. അല്ലാതെ എല്ലാവരും വളരെയധികം സൈലന്റും വളരെയധികം എല്ലാം കറക്റ്റ് പാത്തിൽ പോകുന്ന ആൾക്കാർ മാത്രമാണ് ഈ പറയുന്ന കാണുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എൻഗേജ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു കാര്യം വളരെയധികം മിസ്സിംഗ് ആയിരിക്കും. ഈ പറയുന്ന വളരെയധികം റോങ് ആയിട്ടുള്ളതും റൈറ്റ് ആയിട്ടുള്ളതും അങ്ങനെ മിക്സ്ഡപ്പ് ആയിട്ട് വരുന്ന സമയത്താണ് ഈ പറയുന്ന ഒരു കാണുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എൻഗേജ്മെന്റ് ഫാക്ടർ നല്ല രീതിയിൽ പമ്പ് ചെയ്ത് വരുന്നത്. ഈ പറയുന്ന പല രീതിയിലുള്ള ഓഡിയൻസിന്റെ അറ്റൻഷനും ഈ പറയുന്ന ഷോക്ക് എന്തായാലും പിടിച്ചു വരാൻ സാധിക്കുന്നത്. സോ എന്തായാലും ആര്യൻ എന്തായാലും 4ാം സ്ഥാനത്തുണ്ട്. 3ാം സ്ഥാനത്ത് എന്തായാലും നെവിനാണ്. നെവിൻ ഇത്രയധികം വോട്ടിംഗ് കിട്ടും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരാളൊന്നും അല്ല. കാര്യം അദ്ദേഹത്തിന്റെ പല സ്റ്റാൻഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംസാരം ആയിക്കോട്ടെ, അല്ലെങ്കിൽ പല കാട്ടിക്കൂട്ടലുകളായിക്കോട്ടെ, ഇതെല്ലാം അത്രക്കധികം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ കാണുന്ന ഓഡിയൻസ് അത്രത്തോളം ഏറ്റെടുത്തു എന്നുള്ളൊരു കാര്യത്തിനകത്ത് എനിക്ക് സംശയമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ പറയുന്ന വോട്ടിങ്ങൾ, ഈ പറയുന്ന പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ പറയുന്ന വോട്ടിംഗ് നെവിന് വളരെയധികം കൂടുതലാണ്. എന്തായാലും 3ാം സ്ഥാനം നെവിനാണ് എന്തായാലും കരസ്ഥമാക്കിയിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് എന്തായാലും ഷാനവാസാണ്. തുടക്കത്തിൽ വളരെയധികം ആക്റ്റീവ് ആയിരുന്നെങ്കിലും പിന്നെ പോകെ വളരെയധികം സൈലന്റ് ആയിട്ട് പോയ ഒരാൾ തന്നെയാണ് ഈ പറയുന്ന ഷാനവാസ്. പക്ഷേ ഈ കഴിഞ്ഞൊരു വീക്കിൽ നമുക്കറിയാം അവിടെ ഏറ്റവും അധികം ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടായതും, അല്ലെങ്കിൽ ഏറ്റവും അധികം ആക്റ്റീവായിട്ട് നിന്നതും, ഏറ്റവും അധികം സ്ക്രീൻ സ്പേസ് പിടിച്ചെടുത്തതും എല്ലാം ഈ പറയുന്ന ഷാനവാസ് തന്നെയാണ്. ഈ പറയുന്ന
കാണുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കണക്ട് ആയതും അല്ലെങ്കിൽ ശരിയാണെന്ന് തോന്നുന്നു ഈ പറയുന്ന ഒരു ഷാനവാസിന്റെ പല നിലപാടുകളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡുകളും അദ്ദേഹത്തിന്റെ ഗെയിംസും ഒക്കെ തന്നെ ആയിരിക്കണം. അതുകൊണ്ടായിരിക്കും ഈ പറയുന്ന കാണുന്ന ഒരു ഓഡിയൻസിനും നല്ല രീതിയിലൊരു സപ്പോർട്ട് ഈ പറയുന്ന ഷാനവാസിന് എന്തായാലും കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഈ പറയുന്ന വോട്ടിങ്ങിനകത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗസ്റ്റ് ആയിട്ട് വന്ന റിയാസുമായിട്ടാണെങ്കിലും കുറച്ചധികം പ്രശ്നങ്ങൾ ഈ പറയുന്ന ഷാനവാസിന് ഉണ്ടായിരുന്നു. ആ സമയത്താണെങ്കിലും ഷാനവാസിന്റെ സ്റ്റാൻഡുകളും അതുപോലെ ഷാനവാസ് ചെയ്ത കാര്യങ്ങളും എല്ലാം വളരെയധികം കൺവിൻസിങ് ആയിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തായിരുന്നു ശരി എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ഓഡിയൻസിന് തോന്നിയിട്ടുണ്ട് എന്നുള്ള ഒരു സത്യം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കണം നല്ല രീതിയിലൊരു ഒരു വോട്ടിങ്ങും നല്ല രീതിയിലൊരു സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഷാനവാസിന് എന്നാലും കിട്ടുന്നുണ്ട്. എന്നാലും 9 ആൾക്കാർക്കകത്ത് ഏറ്റവും അധികം വോട്ട് ലഭിച്ച 1ാം സ്ഥാനത്ത് നിന്നും എത്തിയിരിക്കുന്നത് വേദലക്ഷ്മിയാണ്. അവരുടെ നിലപാടുകളും കാഴ്ചപ്പാടുകളും സോ ഈ പറയുന്ന ലാലേട്ടനെ അവരെ എതിർത്തവർ അവരെ സ്റ്റാൻഡ് പറഞ്ഞതടക്കം ഈ പറയുന്ന ഓഡിയൻസിനിടയിൽ വലിയ രീതിയിലൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ ലക്ഷ്മിക്ക് എന്നാലും സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഈ പറയുന്ന പല കമ്മ്യൂണിറ്റികൾക്കെതിരെയുള്ള അവരുടെ നിലപാടുകളാണെന്നുണ്ടെങ്കിലും അത് തുറന്ന് പറയാനും അവർക്ക് യാതൊരുവിധ ഭയവും ഇല്ലാതെ അവരെവിടെ നിന്നും അത് സംസാരിക്കുന്നു, അതിനോടുള്ള എതിർപ്പ് അവർ പ്രകടിപ്പിക്കുന്നു. അത്തരത്തിലൊക്കെ വരുന്ന സമയത്ത് ഇതേ കാഴ്ചപ്പാടുകളുള്ള ഒരു വലിയൊരു കൂട്ടം ആൾക്കാരെ സപ്പോർട്ട് നല്ല രീതിയിൽ തന്നെ ഈ പറയുന്ന ലക്ഷ്മിക്ക് എന്നാലും ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്നാലും ഇത്രയാണ് പുറത്ത് വന്നിരിക്കുന്ന വോട്ടിംഗ് റിസൾട്ട്സും കാര്യങ്ങളും എല്ലാം. ഇതെല്ലാം ഒഫീഷ്യലി ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും ഏഷ്യാന്റെ സൈഡിൽ നിന്നൊന്നും പുറത്തു വിട്ടൊന്നുമല്ല. ഇത്തരത്തിൽ പല പ്ലാറ്റ്ഫോംസിലൂടെ പല മാധ്യമങ്ങളിലൂടെ എല്ലാം അൺഒഫീഷ്യലായിട്ട് കിടന്ന് കളിക്കുന്ന ഡാറ്റാസ് ആണ്. ഒരു പരിധിവരെ ഇത് ശരിയായിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാര്യം നമ്മളെ ചാനൽ ഇതിനു മുന്നേയും അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി കാണുന്നവർക്കറിയാം നമ്മൾ ഇത്തരത്തിലുള്ള പല ഡാറ്റാസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് വീഡിയോസ് തയ്യാറാക്കുന്നതാണ്. സോ ഇതിനകത്തൊരു പരിധിവരെ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ശരിയാവാറുമുണ്ട്. സോ അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ്.